നിങ്ങൾക്കറിയാം, ഇന്ന് രാജ്യത്താകമാനം നീറ്റ് പരീക്ഷ നടക്കുകയാണ്. ഏതാണ്ട് 23 ലക്ഷത്തോളം കുട്ടികളിന്ന് വീണ്ടും പരീക്ഷ എഴുതാൻ വിധിക്കപ്പെട്ടു. ആശങ്കയില്ലാതെ കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല 12ഓളം കുട്ടികൾക്ക് ജീവഹാനി സംഭവിച്ച കാര്യവും പ്രേക്ഷകർ മറന്നിട്ടില്ല. കുട്ടികൾ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതട്ടെ. ഇതിനെക്കുറിച്ച്, ഈ നീറ്റ് പരീക്ഷയെക്കുറിച്ചും UG പരീക്ഷയെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയാൻ എന്നോടൊപ്പം ചില ആളുകൾ ചേരുന്നുണ്ട്. ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലത്തിൻ്റെ ഡയറക്ടേഴ്സാണ് അവർ. ജാബിർ AP, ലിനീഷ് കോടിയാട്ട്, അഴ്ഷിമ ജോഷി എന്നിവരാണ് ഈ മൂന്ന് പേർക്കും സ്വാഗതം. അപ്പം എനിക്ക് തോന്നുന്നത് ജാബിറിന് തുടങ്ങാൻ തോന്നുന്നു. ജാബിർ, ഇന്ന് കുട്ടികൾ പരീക്ഷ എഴുതുക. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ പ്രത്യേകിച്ച് 24 ഈ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കും. കാര്യം അവിടെ കാര്യങ്ങളെല്ലാം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിള്ളേരല്ലേ പോയില്ലേ. അപ്പോൾ ജാബിറിന് എന്താണ് നീറ്റ് പരീക്ഷയെക്കുറിച്ച് പറയുന്നത്? പ്രത്യേകിച്ച് ഈ പേടിയുണ്ട് അവർക്ക്, കുറച്ച് പേർക്കെങ്കിലും. അവരുടെ പേടി ഇപ്പോൾ മാറ്റണം നമുക്ക്. നമ്മൾ ആദ്യ പരീക്ഷ കഴിഞ്ഞ് മാറ്റിവെച്ച സാഹചര്യത്തിൽ അവർ ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ഓൾറെഡി പലതരം മോക്ക് എക്സാംസിലൂടെയും അതേപോലെ തന്നെ പലതരം ക്ലാസ്സുകളിലൂടെയൊക്കെ അവരതിനെ ടോളറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പരീക്ഷ എഴുതണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് പരീക്ഷയ്ക്ക് പോവുക. കാരണം ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഒരു അവസരമാണ് അവർക്ക് ഒരു പക്ഷേ ഈ ഒരു 1.5 മാസം കൊണ്ട് അവർക്ക് കിട്ടിയത് എന്ന രൂപത്തിൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കുട്ടികളോട് പറയാനുള്ളത്. കുട്ടികൾക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ ഈ ആത്മവിശ്വാസം പകരാൻ ഈ ലേഡി ടീച്ചേഴ്സിന് കഴിഞ്ഞെന്ന് വരും. അശ്വിമ ടീച്ചർ എന്തോ പറയാനുള്ളത്? പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നാണ്. അതായത് ജാബിർ സാർ പറഞ്ഞ പോലെ ഇതിനൊരു ചാൻസ് എന്നും നമുക്കൊരു പരീക്ഷ എന്ന് പറയുന്നത് എത്രത്തോളം സ്ട്രെസ് തരുന്നു, അതേപോലെ തന്നെ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പാഷനേറ്റ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായാലും വരും. റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ പോയി എഴുതുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ലിനീഷിന് ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? കാര്യം കുട്ടികൾക്ക് നമ്മൾ എത്ര ടെൻഷൻ വേണ്ട, നമ്മളും ഈ പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് പേര് ടെൻഷനൊന്നും വേണ്ട, നേരെ ഇവർ ഒറ്റ എഴുത്തെഴുതിക്കും എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് പോകുന്ന അത് കേൾക്കുന്നതോടെ ടെൻഷനാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലിനീഷ് ടീച്ചറിന് എന്താ പറയാനുള്ളത്? ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകേണ്ടത് പാരൻസ് ആണ്. ഇന്ന് പാരൻസാണ് അവരോടൊപ്പം ഉണ്ടാവുക. പാരൻസും അതുപോലെ തന്നെ അധ്യാപകരുണ്ടെങ്കിൽ അവരും നല്ല രീതിയിൽ ഇന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിടാൻ അവരെ പ്രേരിപ്പിക്കുക. ആ സമയത്ത് ഒരിക്കലും അതിന്ന് കിട്ടാൻ പോകുന്ന റാങ്കിനെ കുറിച്ചോ മാർക്കിനെ കുറിച്ചോ ഒന്നും അവരോട് സംസാരിക്കാതെ വളരെ കോൺഫിഡൻ്റായി ഇന്നത്തെ പരീക്ഷയെ സമീപിക്കാൻ പറയുക എന്ന് തന്നെയാണ് ഈ ദിവസം നമ്മൾ അവർക്ക് ചെയ്യേണ്ടത്. ഇന്ന് അവരുടെ ദിവസമാണെന്ന് കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ജാബിർ, ശരിക്കും ഇത് റീനീറ്റ് ആണ്. അത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഡൽഹിയിലെ CJP പ്രക്ഷോഭമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രക്ഷകർത്താക്കൾക്കും അത്യാവശ്യം ടെൻഷൻ, ഒരുപക്ഷെ കുട്ടികളെക്കാളും കൂടുതൽ രക്ഷകർത്താക്കൾക്കായിരിക്കും ടെൻഷൻ. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത് ജാബിറിന്? അത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മാനസിക സംഘർഷം ഇല്ലാതെ അവരെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോവുക, അവരുടെ ആവശ്യങ്ങൾ, അതായത് ഒരു പരീക്ഷയാവുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഏത് രൂപത്തിൽ അതിനെ സംഭവിക്കാം. പക്ഷെ അവർ എഴുതുന്നതിന് മുമ്പ് മാത്രം ടെൻഷൻ ഫ്രീ ആയി പോയാൽ മാത്രമേ അവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിന്ന് കൊടുക്കുക, അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുക എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കളോട് പറയാനുള്ളത്. അവരെല്ലാം ഇപ്പം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞ പരീക്ഷയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് അവരെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഭാഷിമ ടീച്ചറെ, റീനീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇന്നിപ്പോൾ പരീക്ഷ കഴിയുമല്ലോ. അതെ, ഒരുപാട് എന്ത് ചെയ്യണം എന്നുള്ളത് ആശങ്കയിലില്ലാതെ നമുക്ക് റിസൾട്ട് എന്തായാലും വരും. അപ്പോൾ അന്നേരം നമുക്ക് തീരുമാനം എടുക്കാം, ഒരു വർഷം വേസ്റ്റ് ചെയ്യണോ, ഒരു വർഷം നമ്മൾ ഇനിയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സമയം പോകുമോ, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ടായി പോകുമോ എന്നുള്ള ടെൻഷൻ ഇല്ലാതെ അവർക്ക് ഇത് പാഷനേറ്റ് ആണ് അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് എഴുതാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇത് ടഫായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ചിലർക്ക് തോന്നും ഇത് എല്ലാവർക്കും ഈസി ആയിരുന്നു, അതുകൊണ്ട് കട്ട് ഓഫ് വളരെ അധികമാവാൻ ചാൻസ് ഉണ്ട്, റാങ്ക് കിട്ടുമോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ റിസൾട്ട് എന്ത് വന്നാലും നമുക്ക് അടുത്ത വർഷം ഇനിയും ചാൻസ് ഉണ്ടെന്നും അതിൽ ഒരിക്കലും പുറകോട്ട് പോവില്ല എന്നുള്ളൊരു ചിന്തയോടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ലിനീഷ് കോടിയാട്ടെ, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഈ സാധാരണ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ എത്രമാത്രം സാധ്യത ഈ നീറ്റ് പരീക്ഷയിലുണ്ട്? കാര്യം പഠിക്കാൻ സാമ്പത്തികമില്ലാത്ത കുട്ടികൾ ഒത്തിരി ഉണ്ട് നമ്മുടെ നാട്ടിൽ.
തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ ഈ ഒരു മേഖല നമുക്കറിയാം, എൻട്രൻസ് കോച്ചിങ് മേഖല അമിത ഫീസ് ഈടാക്കുന്ന മേഖലയാണ്. ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയാണ് ആക്ച്വലി ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിന്റെ പ്രസക്തി. നമ്മൾക്ക് 2 പ്രത്യേകതകളാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഒന്ന്, ഏറ്റവും ഫീസ് ഈടാക്കുന്ന വളരെ കുറച്ചാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇതിലെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര നോർമലി നമ്മളൊരു 30 to 40% നമ്മൾ നോർമലി ഫീസ് കുറച്ചാണ്. കുറച്ചുകൊണ്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് പറഞ്ഞത് ആദ്യം ഇത് അമിത ഫീസാണ് പലപ്പോഴും സ്ഥാപനങ്ങൾ ഈടാക്കുന്നത്. നമ്മൾ അതിന് ആവശ്യമായ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ മേഖലയിൽ ഇത് റിസൾട്ട് ഉണ്ടാക്കിയ പഠനത്തിന് ഒരു വ്യത്യാസമില്ല. അതായത് നല്ല രീതിയിൽ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, അതായത് റാങ്കുകൾ ഉണ്ടാക്കിയ ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അവർ തയ്യാറാക്കുന്ന മെറ്റീരിയലാണ്, അവർ കൊടുക്കുന്ന ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും അതിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി നല്ല റിസൾട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ഫ്യൂച്ചർ എന്ന സ്ഥാപനം കുട്ടികൾ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ഒരു ഉറപ്പെന്താണ്? നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ഏറ്റവും നല്ല ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, ഏറ്റവും നല്ല മെറ്റീരിയൽസ് നമ്മുടെ കൂടെ ഉണ്ട്, വർഷങ്ങളുടെ റിസൾട്ട് ഉണ്ടാക്കിയ അധ്യാപകർ നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 100% റിസൾട്ട് തന്നെയാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്. അത് അവരുടെ കൂടെ ആദ്യാവസാനം നമ്മൾ ഉണ്ടാവുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ്. ഒരു സ്ട്രെസ് ഫ്രീ ആക്കിക്കൊണ്ട് അവരെ പഠിപ്പിച്ച് 100% റിസൾട്ടോട് കൂടി നമ്മൾ തിരിച്ച് കൊടുക്കുന്നു. ഈ എഴുതുന്ന കുട്ടികൾക്ക് ഇനി എന്തെങ്കിലും സഹായം വന്നാൽ നിങ്ങൾ ഫീസൊന്നും ഈടാക്കാതെ സഹായിക്കുമോ? അതിന് വേണ്ടുന്ന സ്കോളർഷിപ്പ് എക്സാമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് നമ്മൾ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ എപ്പോഴും കൊടുക്കുന്നതുമാണ്. പ്രത്യേകിച്ച് ഈ മാസം അവസാനം വരെ നമ്മൾ റിപ്പീറ്റേഴ്സിനും സൂപ്പർ റിപ്പീറ്റേഴ്സിനുമായിട്ട് അഡീഷണലി, അതായത് 2 വർഷം രണ്ടാമത്തെ വർഷം എഴുതുന്നത് സൂപ്പർ റിപ്പീറ്റേഴ്സ്, അങ്ങനെ നമ്മൾ റോയൽ റിപ്പീറ്റേഴ്സും ഉണ്ട്. അതെ, റോയൽ റിപ്പീറ്റേഴ്സ് ഉണ്ട്. താങ്കൾ അവർക്ക് ആത്മവിശ്വാസം കിട്ടുന്നില്ല, നല്ലൊരു ആശംസ കൂടെ പറഞ്ഞ ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ആ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. കൃത്യസമയത്ത് എക്സാമുകളിലെത്തുക. റിസൾട്ടിനെ പറ്റി വ്യാകുലപ്പെടാതിരിക്കുക. കൃത്യമായ സമയത്ത് പരീക്ഷ എഴുതി തീർത്ത് നല്ല ഒരു വിജയം കൈവരിക്കുക. ഇന്ന് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു ലിനീഷ്, താങ്ക് യു ജാബിർ, താങ്ക് യു അഷിമ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുട്ടികളെ പരമാവധി സഹായിക്കുക. കുട്ടികളാണ് നമ്മുടെ സ്വത്ത്. ഓക്കെ, ഇതാണ് വഴി. നേരെ പോയാൽ നിങ്ങളുടെ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൽ ഇറങ്ങാം. ഓക്കെ, താങ്ക് യു ജാബിർ, AP, ലിനീഷ് കൊടിയാട്ട്, അഷിമ ജോഷി. ഇവർ 3 പേരും ഈ ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ഡയറക്ടേഴ്സാണ്. നീറ്റ് പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നീറ്റ് പരീക്ഷ എഴുതി കഴിയുമ്പോഴും ഇവർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക്, പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും 24-ന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ഇവരൊക്കെ പറഞ്ഞ പോലെ പോയി പരീക്ഷ എഴുതുക, വിജയഭേരി മുഴക്കി പുറത്തു വരിക. അഥവാ ഒന്ന് പരാജയപ്പെട്ടു പോയാലും അടുത്ത തവണ വീണ്ടും പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കാം. പരീക്ഷയിൽ അവസാന വാക്കെന്ന് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മാതാപിതാക്കളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.